ഹായ് ഗായ്സ്, നമുക്കിന്ന് ഫ്രീ ഫയർ മാക്സ് കളിച്ചാലോ ഗായ്സ്. നമ്മളിന്നും അത് തന്നെയാണ് കളിക്കുന്ന സീനില്ല. നമുക്ക് വേഗം പ്ലേയിലേക്ക് പോവാം. എന്നാൽ ഗെയിം പ്ലേയിലേക്ക് പോവാം ഗായ്സ്. നമുക്ക് ഗായ്സ്, ഞാൻ എത്ര സംശയം എനിക്ക് ബോയ് എടുക്കാൻ പറ്റുന്നില്ല ഗായ്സ്. കാരണം കുറേ അവന്മാർ നമ്മളെ വന്നങ്ങ് തീർക്കും. അപ്പം നമ്മളങ്ങനെ ബോയ് എടുക്കാനാ. പക്ഷെ എനിക്ക് നോക്കിയ ഒരു ഗണ്ണും ഒന്നും കിട്ടില്ല. അതിന് ഗൺസും നമ്മുടെ ടീമേറ്റ്സിൻ്റെ അടുത്ത് ചോദിച്ചാലോ? ഇപ്പൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. ഞാൻ ബോയ എടുത്തിട്ടുണ്ട്. ബോയ എടുത്തതില്ലെന്ന് പറയാൻ പറ്റില്ല, ഞാൻ എടുത്തിട്ടുണ്ട്. ടീമേറ്റ്സ് അല്ലാതെ കളിക്കുമ്പോൾ നമുക്ക് ബോയ എടുക്കാൻ പറ്റും. പക്ഷേ ഈ ടീമേറ്റ്സ് ആയിട്ട് കളിക്കുമ്പോൾ മറ്റവന്മാർ പൊട്ടന്മാരാ. അപ്പം നമുക്ക് അവന്മാരെയും കൂടെ കൊണ്ട് നമ്മുടെ പിടിക്ക് നിർത്താൻ ഭയങ്കര പാടാണ്. കാരണം ചിലവന്മാർ കളിച്ചാൽ നല്ലതായിട്ട് നമുക്ക് ജയിക്കാൻ പറ്റും. ചില പൊട്ടന്മാരുണ്ട് കഴിച്ച് അവന്മാർ കളിച്ചാലേ നമുക്ക് ജയിക്കാനും പറ്റത്തില്ല. നമ്മളെ കൂടെ അവന്മാർ കൊണ്ടുപോയി ഇത് കൊല്ലും. അത്രയും പൊട്ടന്മാരുണ്ട് ഇതിനകത്ത് കളിക്കാനേ. എല്ലാവരും പൊട്ടനാണെന്ന് ഞാൻ പറയത്തില്ല, ചിലവന്മാർ പൊട്ടന ഉറപ്പതും. ബുള്ളറ്റ് എനിക്ക് ഇഷ്ടം പോലെ, ലൂട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ലൂട്ടിന് ഈ ഫ്രീ ഫയറിൽ ഇതുവരെ ഒരു കുറവും പറ്റിയിട്ടില്ല. സാധനങ്ങളും എല്ലാം കളക്ട് ചെയ്ത് സീനാക്കി കളിക്കുവാണ് ഗൈസ്. ഇതൊക്കെ മതി, ഇത്രയൊക്കെ മതി. നമുക്ക് ഒരു ദോശക്കല്ല് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ മതി, നമുക്ക് അടിക്കാൻ ആൾക്കാർ. ഇതൊക്കെ മതി ഗൈസ്, ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഇല്ല, വാള്. ഈ സാധനം വേണം. ഈ സാധനം നമുക്ക് നല്ലതായിട്ട് ഇമ്പോർട്ടൻ്റ്. ഈ പാനിന് പകരം നമുക്ക് ഈ വാളെടുത്തിട്ടേ ആൾക്കാരെ അടിക്കാം. പാനൊന്നും എനിക്ക് പറ്റത്തില്ല ഗൈസ്. പാൻ എനിക്ക് അത്രയ്ക്ക് കളിച്ചിട്ടേ ശീലമില്ല. ഇതെനിക്ക് കൊടുത്ത കൊന്നു അവനെ ഞാൻ നൈസിന് കൊന്നിട്ടുണ്ട്. അവൻ ഇരുന്ന് എന്തോ വേറെന്തോ ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ അവനെ അങ്ങ് തീർത്തതേ. നമ്മൾ ആമോ എല്ലാം നല്ലതായിട്ട് കളക്ട് ചെയ്യുവാണ് ഗൈസ്. ആമോ ഒക്കെ വേണ്ടി വരും. അപ്പോൾ അവിടെ നിന്നില്ല അത് ചെയ്യുമ്പോൾ അവനെ അവിടെ ആരും ഉണ്ട് കേട്ടോ. അവിടെ രണ്ടാമന്മാർ നിൽപ്പുണ്ട്. ഞാൻ കണ്ടില്ല. അവിടെ ഉണ്ടെങ്കിൽ കണ്ട് ഫൈറ്റ് എടുക്കണോ? എടുത്തേക്കല്ലേ. ഇവളെ അടിക്കുമ്പോൾ മറ്റം തൊട്ട് നമ്മുടെ കൂടെ കയറും. അങ്ങനെയാണെങ്കിൽ നല്ലതായിരുന്നു. രണ്ടുപേരും അടിച്ചിട്ടുണ്ടേ. മതി. ബാക്കിലോട്ടും കൂടെ ഒരു കണ്ണ് വേണം, അല്ലെങ്കിൽ മറ്റോ നമ്മളെ അടിച്ചിട്ടു. വേറെ കണ്ണെടുത്ത് നമുക്ക് മറ്റവനെ പേടിക്കാനുണ്ടേ. അവനവിടെ എങ്ങാണ്ടുണ്ട്. എൻ്റെ കുറയ്ക്കാൻ നോക്കും. അവനെ കണ്ടാ കുഴപ്പമില്ല. നമ്മളെ കാണുള്ളൂ. ഞാൻ അവനെ കണ്ടില്ല. ഓട്ടവാ. അവിടെ എടുത്തിട്ടുണ്ടേ. അവനെ വെടിവെക്കാൻ പറ്റും. അവനെയും കൂടെ ഞാൻ വെടിവെച്ചിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കാട്ടിയും ഇത് വെച്ച് നമുക്ക് അതിനെ തീർക്കാം. ഇത് കുറച്ചും കൂടെ കാണാൻ നല്ല സ്റ്റൈലല്ലേ. ഇതാണ് കൊച്ചക്കായിട്ട് എല്ലാത്തിനും കിട്ടത്തില്ല. അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോൾ നമുക്ക് എല്ലാത്തിനും നൈസിൽ അങ്ങ് കൊല്ലാം. പക്ഷെ അല്ലെങ്കിൽ ഭയങ്കര പാടാ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് നോക്കിയല്ല. പിന്നെ അവസാനം പ്രോ പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്, അവന്മാർ സീനാക്കും. അല്ലെങ്കിൽ പേരൊന്നുമില്ല. അല്ലെങ്കിൽ ഈ പൊട്ടന്മാരെ നമുക്കത് ഇത് കളയാവുന്നതേ ഉള്ളൂ. ഗൈസ് അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ. അതിന് ആൾക്കാർ വല്ലതും ഉണ്ടോ? ഇല്ലെന്നാണ് ഗൈസ് തോന്നുന്നത്. അത് ഞാൻ എൻ്റെ ആക്കിയിട്ട് വേറെ വല്ല പൊട്ടന്മാരും എല്ലാം വരുന്നെങ്കിൽ അവന്മാർക്കും കൂടെ കുറച്ച് ലൂട്ടൊക്കെ കിട്ടട്ടെ.
അവന്മാർ തമ്മി അടിച്ചങ്ങ് ചത്തോളും. അപ്പം അത് നമുക്ക് സീനൊന്നും ഇല്ല. അവിടെ സ്ക്വിഡ് ഗെയിം കളിക്കാൻ പറ്റും. ഞാനൊന്നും അവിടെ പോയത് കളിക്കുന്നില്ല. അതെ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി കയറിയിട്ട് വണ്ടി കയറാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് വണ്ടി ഓടിച്ച് കുറച്ച് അങ്ങോട്ട് പോവാം. ചിലപ്പോൾ അവിടെ ആൾക്കാർ കാണാൻ ചാൻസ് ഉണ്ട്. കുറച്ചങ്ങോട്ട് പോയാൽ മതി. 26 ആൾക്കാരെയും കൂടെ ഉള്ളു കഴിച്ച് തീർക്കാൻ. നമ്മൾ തന്നെ അവന്മാർ തന്നെ അടിച്ച് ചത്തോളും. തന്നെ അടിച്ച് ചത്തോളും. അതോട് സീനില്ല. നമ്മൾ തന്നെ എല്ലാത്തിനെയും കൊല്ലുന്നെങ്കിൽ നടക്കത്തില്ല. AI റോബോട്ടൊക്കെ ഈ ഫ്രീ ഫയറിൽ എല്ലാവരും AI റോബോട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ തീരും. നമുക്ക് ബോയ എടുക്കാൻ പറ്റുമെന്നെങ്കിൽ നല്ലതായിരുന്നു തന്നെ. പക്ഷെ ഗൈസ് നമുക്ക് ബോയ എടുക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് അറിയില്ല. നമുക്കിപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം ഗൈസ്. ഇത് നമുക്ക് ടീംമേറ്റ് അല്ല, നമ്മളിപ്പം ഒറ്റയ്ക്ക് കളിക്കുക. അതുകൊണ്ട് സീനില്ല. കുറച്ച് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു മെഡിക്കറ്റ് ഫീൽ ചെയ്താലോ. അതുകൊണ്ട് അവിടെ അടുത്ത് നിൽപ്പുണ്ട്. ഒന്ന് കൊല കളിച്ച് അത്രേ ഉള്ളൂ. ഇങ്ങനെ വണ്ടി എടുത്തു പോകുമ്പോൾ ഓരോരുത്തന്മാരെ ഇങ്ങനെ കാണത്തില്ല. അപ്പം നമുക്ക് എളുപ്പത്തിന് അങ്ങ് കൊല്ലാൻ പറ്റും. ഒരു വാള് നമ്മുടെ ഉണ്ട്. അവിടെ കാറും കൊണ്ട് ജീപ്പുണ്ട്. ടെസ്ല കാർ എടുത്തോണ്ട് മുങ്ങാം ഗൈസ്. എനിക്ക് ടെസ്ല കാർ അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഗൈസ് ഞാൻ ഇതെടുത്തോണ്ട് മുങ്ങാൻ പോവാണ് ഗൈസ്. അയ്യോ ഇപ്പം പോയേനെ ടെസ്ല കാർ. ഈ വണ്ടി നമ്മുടെ കൺട്രോളിൽ കിട്ടുന്നില്ല. ഇത് നമ്മുടെ കൺട്രോളിൽ കിട്ടും. ആരും എലിമിനേറ്റൊക്കെ ആവുക. അല്ലല്ല അവിടെ ലൂട്ടാ. ഞാൻ വിചാരിച്ചു ഒരു വണ്ടികളുണ്ട്. നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് ലൂട്ടല്ല, നമുക്ക് വേറെ വണ്ടി വേണം. ഒരു അടിപൊളി വണ്ടി. ഓട്ടോ അവിടെ നിൽക്കുന്നു. ഓട്ടോ ഒക്കെ അതൊരു പെട്ടി ഓട്ടോയാണ് ഗൈസ്. അതിൽ കയറി ഒരു അടിക്ക് നമ്മൾ ചാവും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഗൈസ് കുറച്ച് നമ്മൾ ഇതായിട്ട് കളിക്കണം, സേഫായിട്ട് കളിക്കണം. ഒന്നും ആൾക്കാരില്ല. പുറത്ത് ആൾക്കാർ കാണുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് അവിടെ ചിലപ്പോൾ സ്കിഡ് ഗെയിം അല്ലേ, അവിടെ ചിലപ്പം ഒരാളെങ്കിലും കാണാതിരിക്കും. ഇല്ലെന്നാണ് എൻ്റെ ഒരു തെറ്റി. അറിയില്ല. ബൈക്ക് എടുക്കാം, ബൈക്ക് പോവാം. നമുക്ക് ബൈക്ക് പറക്കാം. ഞാൻ എന്തായാലും ബൈക്ക് എടുത്ത് ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോവാം. ഇവിടെ അവന്മാർ കാണുമല്ലോ ഗൈസ്. അവന്മാരുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് അടിച്ചിട്ടാൽ മതിയല്ലോ. അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. നല്ലതായിരിക്കും കളിക്കാൻ. കുറച്ചും കൂടെ എളുപ്പമാണോ ആണ് ഗൈസ് തോന്നുന്നത്. ഇവിടെ ട്രെയിൻ ട്രാക്ക് ഉണ്ട്, ഇഷ്ടംപോലെ ലൂട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ലൂട്ടൊന്നും വേണ്ട, നമുക്ക് ജയിച്ചാൽ മതി. അതിനി 19 പേരേ ഉള്ളൂ. ഗ്ലൂവാൾ നമ്മുടെ കയ്യിലുണ്ട്. അതൊരു അടിപൊളിയല്ലായിരുന്നാ? അതെനിക്കിഷ്ടപ്പെട്ടു. അത് പൊളിയായിരുന്നു. എവിടെയോ ഏതോ ഒരുത്തനുണ്ട്. ഒരുത്തനെ നമുക്ക് തീർക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാൻ സ്ക്വിഡ് ഗെയിം കളിക്കാനില്ല. അവനെ നമുക്ക് തീർക്കാൻ പറ്റുമോ? അവനെ ആരോ കൊന്ന് ഗൈസ്. അവനെ ആരോ കൊന്ന്. ഇവിടെ ഉണ്ട് ഗൈസ്. അവിടെ ഒരാളുണ്ട്. അയ്യോ ഇവിടൊക്കെ മൊത്തം ആൾക്കാർ. ഞാൻ ഗ്ലൂവാളിട്ട് ചത്ത്
അയ്യോ ഞാൻ തട്ടി. ഞമ്മോ അയ്യോ അയ്യോ ഓ ഞാനിപ്പോ 7 പേരെ ഞാൻ ഒറ്റയ്ക്ക് 7 പേരെ 7 പേര് ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. അടുത്ത് ഓടി. നമുക്കിവിടെ കുറച്ച് ലൂട്ട്സ് ഉണ്ട്. നമുക്ക് ഒന്നൊരാളുടെ ലൂട്ട്സ് ആണ് കളക്ട് ചെയ്യാം. ഇതുവരെയുണ്ടോ 3 പേര്. മഹായുദ്ധം തുടങ്ങി. തീർക്കണം. ഇനി ആണായിട്ട് കളിക്കണം. 3 പേരും കൂടെ ഉള്ളൂ. 3 പേരും കൂടെ നമുക്ക് തീർക്കാൻ പറ്റും. നമ്മൾ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ പണി മൊത്തത്തിൽ പാളും. കുറച്ച് നല്ലതായിട്ട് കളിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തന്നെ. പറഞ്ഞാൽ ഈ ബാക്കി രണ്ടാമന്മാരും കുറച്ച് പൊട്ടന്മാരായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. ബാക്കി എല്ലാവന്മാരും കുറച്ച് പൊട്ടന്മാരായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. പക്ഷേ ഇവിടെ പൊട്ടന്മാരായിട്ട് ആരും ഇല്ല. നിൽപ്പുണ്ടോ? ഇല്ല. ഇല്ല. സ്ഥലം കുറഞ്ഞു വരുവാണ്. നമ്മൾ കൺമുമ്പിൽ ഒരാളെങ്കിലും പെടാതിരിക്കത്തില്ല. വരട്ടെ, അത്രയും പറയാൻ പറ്റൂ. ബോയ എടുത്തേ പറ്റൂ ഇതിനകത്ത്. ഇതിനകത്തെങ്ങനെ കാണാം? ഞാൻ കുറേ കളിച്ചുകൊണ്ട് ബോയ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതിനകത്തെങ്കിലും ബോയ എടുത്തേ പറ്റത്തോളന്നേ. അമ്മ ഇപ്പം 3 ആയിട്ട് തന്നെ ഇരിക്കുവാണ്. ആരും തമ്മിൽ ചത്തില്ലേ? ഇപ്പം വലിയ ഇതായിട്ടിരിക്കുവാണ്. അവിടെ തന്നെ ഞാൻ കണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? ഞാൻ എന്തായാലും അവിടെ തന്നെ കണ്ടായിരുന്നു. ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. തന്നെ കണ്ടായിരുന്നു. കിട്ടിയാൽ നമുക്ക് ഹെഡ്ഷോട്ട് അടിക്കാം. അല്ലെങ്കിൽ പോയി ഒരു രക്ഷപ്പെട്ടു. അവൻ രക്ഷപ്പെട്ടാണ് ഗൈസ്. അവിടെ ഏതോ തന്നെ നിൽപ്പുള്ളതാണ് ഗൈസ് പറയുന്നതേ. നമുക്ക് അവിടെ പോയി അടിക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് പെറ്റിനെ വിളിക്കാം. നമ്മളെ പെറ്റിനെ നമുക്കൊന്ന് വിളിക്കാം ഗൈസ്. നമ്മള് ബോയായിട്ട് ഗൈസ് പൊളിയായിട്ട് നമ്മൾ കളിച്ച്. അപ്പം ഗൈസ് ഇത്രയുള്ള ഗൈസ് നമ്മളെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ഗൈസ് പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്. നമ്മൾ 9 കിലെടുത്ത്. അപ്പം എല്ലാവർക്കും ബൈ.